നീതിമാനായ സിംഹരാജന്റെ കാട്ടിൽ പ്രജകളെല്ലാം കള്ളം പറയാത്തവരും സന്മാർഗികളുമായിരുന്നു. ഒരു ദിവസം രാജാവ് തന്റെ പ്രജകളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പ്രജകളോടായി ചോദിച്ചു, ഒരു കുല മുന്തിരി സമ്മാനമായി കിട്ടിയാൽ നിങ്ങൾ കള്ളം പറയുമോ എന്ന്. എല്ലാവരും ഒരേ സ്വരത്തിൽ ശബ്ദകോലാഹലത്തോടെ പറഞ്ഞു, ഇല്ല എന്ന്. രാജാവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ഒരു കുട്ട മുന്തിരി സമ്മാനമായി കിട്ടിയാൽ കളവ് പറയുമോ എന്ന്. വീണ്ടും ഇല്ല എന്ന ഉത്തരം ആവർത്തിച്ചു. രാജാവ് വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് ഒരു മുന്തിരിത്തോട്ടം സമ്മാനമായി കിട്ടിയാൽ കളവ് പറയുമോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പ്രതികരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നീട് രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാട് നിറയെ മുന്തിരിത്തോട്ടം സമ്മാനമായി കിട്ടിയാൽ കളവ് പറയുമോ എന്ന്. ഇത് കേട്ട് കുറുക്കന്മാർ പരസ്പരം നോക്കി. ആടുകളും കഴുതകളും കേൾക്കാത്ത മാതിരി നിന്നു. ആരും പ്രതികരിച്ചില്ല. ഇത് കണ്ട് രാജാവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നീതിമാനായ കഴുതയും സത്യസന്ധനായ കുറുക്കനുമാണ്. തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ കുറ്റപ്പെടുത്തും. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം പ്രസംഗിക്കും. പക്ഷേ ഇരുളിൽ ഒരാളും ഇല്ലാത്തപ്പോൾ, ഒരു നിയമപാലകരും നിങ്ങളെ കാണാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ സന്മാർഗബോധത്തിന്റെ അളവുകോൽ. ചിലർ നല്ല പേര് കിട്ടാൻ വേണ്ടി ദയ കാണിക്കുന്നു. മറ്റു ചിലർക്ക് വേണ്ടത് അംഗീകാരമാണ്. ചിലർ ദൈവത്തെ ഭയക്കുന്നു. മറ്റു ചിലരാകട്ടെ കുടുംബത്തിന്റെ സൽപ്പേരിനായി നല്ല നടനം കാഴ്ചവെക്കുന്നു. ഒന്നിനോടും സന്ധി ചെയ്യാത്ത, എല്ലായ്പ്പോഴും മൂല്യങ്ങളെ മുറുകി പിടിക്കുന്നവർ അപൂർവമായിരിക്കും. സ്വയം നഷ്ടപ്പെടുത്തുന്ന ഈ ദൗർബല്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അവയെ വരുതിയിൽ നിർത്തുന്നവർക്കാണ് ഒന്നിനെയും ഭയക്കാതെ ജീവിക്കാൻ കഴിയുക. ഒരാളുടെ സ്വഭാവ വൈശിഷ്ട്യം അറിയാൻ അയാൾക്ക് നിഷേധിക്കാനാവാത്ത പ്രലോഭനത്തെ ആരും കാണാത്തയിടത്ത് അയാളുടെ മുൻപിൽ നിർത്തിയാൽ മതി. തങ്ങളുടെ മൂല്യങ്ങൾക്ക് വേണ്ടി ഒന്നിനോടും പൊരുത്തപ്പെടാത്തവരെ വളച്ചൊടിക്കാനാകില്ല. തങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവരോട് അവർ നിർദ്ദയം പെരുമാറും. ആർക്കു മുമ്പിലും തലകുനിക്കുന്ന ശീലം അവർക്കുണ്ടാകില്ല. ജനപ്രീതിയിൽ അവർ താഴെയായിരിക്കും. നയപരമായ നീക്കങ്ങൾ ഒന്നും അവർക്ക് ഉണ്ടാകണമെന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾക്ക് അവർക്ക് 100-ൽ 100 മാർക്ക് തന്നെ ഉണ്ടായിരിക്കും. അവരെ കണ്ണുമടച്ച് വിശ്വസിക്കാം. തങ്ങളുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ അവരിൽ നിന്നുണ്ടാവുകയില്ല. ഇരുട്ടിലും വെളിച്ചത്തിലും അവർ ഒരുപോലെ ഇരിക്കും. എളുപ്പത്തിൽ വഴിതെറ്റാനും പരിക്കേൽക്കാനും സാധ്യത ഉള്ളവർ ദുർബലരായിരിക്കും. ചെറിയ വശീകരണങ്ങളിൽ പോലും അവർ വശംവദരാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് എൻ്റെ മുന്നോട്ടുള്ള ഊർജം. താങ്ക്